അറിയത്തില്ല മക്കളെ, എനിക്കറിയത്തില്ല. ഇതുപോലെ ആര് സഹിക്കും? ഇങ്ങനെ സഹിക്കാൻ പറ്റും? ഞങ്ങള് നാളെ മോടെ ബർത്ത്ഡേ ആയിരുന്നു, അത് ആഘോഷിക്കാനിരുന്നു. അതിനാ ഇന്നലെ പോയിട്ടെന്ന് തന്നെ വന്നതെന്ന് പറയുന്നു. നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞാ അറിയിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. മലേഷ്യക്കിട്ട് ഞങ്ങള് ഹണിമൂൺ പോവാന്ന് പറഞ്ഞു. നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞാ അറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇത്രയും നല്ല ശാന്ത സ്വഭാവക്കാരനായ നല്ലൊരു കുഞ്ഞിന് ദൈവം അവർക്ക് ഇത്ര നല്ലൊരു മോനെ ദാനമായിട്ട് നൽകിയല്ലോ എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അത്രയ്ക്കും നല്ല കുഞ്ഞായിരുന്നു. പള്ളിയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലായിടത്തും നല്ല മാതൃകയായിട്ടുള്ള ഒരു മാതാപിതാക്കൾക്ക് അനുസരണയുള്ള ഒരു മകനായിരുന്നു. നല്ല ദൈവഭക്തിയുള്ള മകനായിരുന്നു. അതുപോലെ തന്നെ മോളും എന്റെ നാട്ടുകാരിയാ, പൂങ്കാവുകാരിയാ. ഒന്നിച്ചൊരു പള്ളി 30-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു. എല്ലാരും പങ്കെടുത്ത് നല്ല രീതിയിൽ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു. 10-12 അച്ഛന്മാരും തിരുമേനി എല്ലാരും കൂടെ സംബന്ധിച്ച് നല്ല മംഗളകരമായ ഒരു വിവാഹമാണ്. സമീപകാലത്തായി ഒട്ടനവധി അപകട മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഓരോ അപകട മരണങ്ങളും വലിയ രീതിയിലുള്ള വേദനയാണ് മലയാളികൾക്ക് നൽകുന്നത്. ആ വേദന ഉണങ്ങും മുമ്പ് മറ്റൊരു വേദന ഉണ്ടാകുന്ന വിധമുള്ള അപകട മരണം കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പത്തനംതിട്ട കോന്നിയിലുണ്ടായ അപകടത്തിൽ കാറും അയ്യപ്പ ഭക്തരും, അതായത് ശബരിമല തീർത്ഥാടകരും സഞ്ചരിച്ച ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന നവദമ്പതികളടക്കം ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നവദമ്പതികൾ എന്ന് പറയുമ്പോൾ ഇക്കഴിഞ്ഞ നവംബർ 30-നാണ് ഈ അപകടത്തിൽ മരണപ്പെട്ട അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം കഴിയുന്നത്. നീണ്ട 8 വർഷത്തോളം ഇവർ പ്രണയത്തിലായിരുന്നു. പ്രണയത്തിന് പിന്നാലെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വിവാഹം നടക്കുന്നത്. തുടർന്ന് ഹണിമൂണിന് വേണ്ടി ഇവർ മലേഷ്യയിലേക്ക് പോകുന്നു. മലേഷ്യയിലേക്ക് പോയി തിരിച്ചെത്താൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്നു. ഇവിടെ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് അനുവിൻ്റെ പിതാവും നിഖിലിൻ്റെ പിതാവും. ഇവരെ പിക്ക് ചെയ്തതിന് ശേഷം മടങ്ങിപ്പോകവേ വീട്ടിലെത്താൻ ഏകദേശം 7 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപകടത്തിലുണ്ടാകുന്നത്. അപകടത്തിൽ അനു ഒഴികെയുള്ള 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. അനുവിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അനുവിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരുടെ 3 മൃതശരീരങ്ങളും അനുവിനെയും ആദ്യഘട്ടത്തിൽ പുറത്തെത്തിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതേസമയം ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണം എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് വീണ്ടും വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ് അനുവും നിഖിലും.